ശരി. ഞാനിപ്പോ ഒരു റോള് പറഞ്ഞു കഴിഞ്ഞാല് അത് അഭിനയിച്ച് കാണിക്കാൻ പറ്റുമോ? ഞാനിപ്പോ ഒരാളുടെ ഒരു റോള് പറഞ്ഞു, ഞാനിപ്പോ ഒരു സിനിമയിലെ അലൻ ഇഷ്ടപ്പെട്ട ഒരാളുടെ തന്നെ റോള് പറഞ്ഞു, അത് അഭിനയിച്ച് കാണിക്കാൻ പറ്റുമോ? അല്ല, ഞാൻ ഒരാളെ പറയാം, നമ്മളെ ദിലീപേട്ടൻ്റെ തന്നെ വാളയാർ പരമശിവം, അത് പറഞ്ഞാൽ അത് അഭിനയിച്ച് കാണിക്കാൻ പറ്റുമോ? വാളയാർ പരമശിവത്തിന്റെ ഡയലോഗും അഭിനയിച്ച് പറ്റില്ലേ? ഇത് പറ്റാത്ത എന്തല്ലേ? ചെയ്തത് തന്നെ ചെയ്തു, കുഴപ്പമില്ല. അലന്റെ അഭിനയം നമുക്ക് കാണാമല്ലോ. ഒറ്റ ഡയലോഗല്ലേ വന്നുള്ളൂ, ഒറ്റ ഡയലോഗല്ലേ വന്നുള്ളൂ. വേറെ ഡയലോഗ് പറയൂ, എന്നാലും നമുക്ക് നീ നോക്കിക്കോ, സമയം നോക്കിക്കോ, നാളെ രാവിലെ 10-നും 10:30 പരമശിവം. നമുക്ക് ട്രെൻഡിങ് ആയിട്ട് ഇപ്പൊ നമുക്ക് ഒരു റീല് വരണം, അപ്പൊ ആരോ ഒന്ന് അഭിനയിക്കാൻ പറഞ്ഞ ആരും അഭിനയിച്ച് കാണിക്കും. ഒരു നല്ല ഡയലോഗ്, നല്ല പഞ്ചായത്തുള്ള ഡയലോഗ് ഒക്കെ പറഞ്ഞ ആരെ പറയും? നമ്മുടെ പൃഥ്വിരാജ്, രാജുവേട്ടൻ. ആ രാജുവിന്റെ ഡയലോഗ് പറഞ്ഞ് കേക്കട്ടെ. മൊയ്തീനൊന്നൊരു വിളി വിളിച്ചോട്, അടുത്ത് വിളിക്കുമ്പോ മൊയ്തീനൊന്നൊരു വിളി വിളിച്ചോട്. മുഖത്തെ മണ്ണിലേ ചേതല്ലേ. ഇതേപോലെ മലയാളത്തിൽ ഒരു പാട്ട് പാടിത്തരൂ, ഒരു മലയാളത്തിലൊരു പാട്ട്. മലയാളത്തിൽ ഇപ്പൊ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പാട്ട്, മലയാളത്തിൽ ഇപ്പൊ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പാട്ട്. പണ്ടത്തെ പാട്ടാനും മതി, പക്ഷെ നല്ല ഫീലില് നല്ല അടിപൊളിയായിട്ട് പാടണം. 2 വരിയല്ല 4 വരി പാടണം. ഇഷ്ടമാണ് പാടിക്കൊണ്ട് നമ്മൾ 10 രൂപ ഡെഡിക്കേറ്റ് ചെയ്യണം മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ. ഇല്ല, ഇത് സിനിമയിലെ ഒരാൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണമെങ്കിൽ അത് ഡെഡിക്കേറ്റ് ചെയ്ത് പാർവതിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം. പാർവതിക്ക് വേണ്ടി. എന്താ പ്രശ്നം? പാർവതി നമ്മളെ പാർവതി മറന്നു ഇത്ര പെട്ടെന്ന്. പാർവതിക്ക് വേണ്ടി, പാർവതിക്ക് വേണ്ടി. ശരി, പാർവതിക്ക് വേണ്ടി ഡെഡിക്കേഷൻ പാർവതിക്ക് വേണ്ടിയാണ്. സത്യം പാർവതി നോക്കി പാടേ ഞാനെന്നെ പെണ്ണിനൊത്ത് കിടന്നു മിണ്ടല്ലേ ഒന്നുമാരോടൊന്നും പറയല്ലേ. പിന്നെ നല്ല പാട്ടായിരുന്നു. അലന്റെ കഴിവുകൾ ഓരോ നേരം നമ്മള് പുറത്തെടുക്കുക. മിമിക്രി കാണിക്കോ? മിമിക്രി കാണിക്കോ?
ഫിലിമിലെ പാട്ട്. ഷോർട്ട് ഫിലിമിന് പാട്ടോ? ആ, ഷോർട്ട് ഫിലിമിൽ പാട്ടുണ്ടോ? ഇപ്പൊ അതിലാണ് ഇപ്പൊ പ്ലാൻ ചെയ്തിട്ടില്ല. അല്ല, മെമിക്രി കാണിക്കാൻ പറ്റുമോ? ആരെ കാണിക്കും? ഒറിജിനൽ ആണല്ലോ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത്. ചെയ്യാം, ഓക്കെ. സൗണ്ട് തോന്നില്ലേ? അത് എപ്പോഴും കാണിക്കുന്നില്ല. വേറെ അത് സൗണ്ട് പോലെ ദിലീപിന് തോമ എട്ടുള്ള സംഭവം കണ്ണയോട് ചൂടാക്കണം. നല്ലൊരു കോമ്പിനേഷനും വരും. ഓക്കെ, നിങ്ങൾ തമ്മിലുള്ളതല്ലേ? ഓക്കെ. ഞാൻ പറയുന്നത് കേട്ടത് വെച്ച് പറഞ്ഞാൽ മതി. കുട്ടീനെ പിന്നിയുടെ പിന്നിയുടെ എനിക്ക് പിന്നൊന്നും ഇഷ്ടമൊന്നുമില്ല. എന്റെ കുട്ടിയുടെ പേര് റോജിനെ എനിക്ക് ഇഷ്ടമില്ല. ആ സ്നേഹം എനിക്ക് ബ്ലാക്ക് ഇഷ്ടം. സൗന്ദര്യം കുറഞ്ഞു ചെയ്യാനും വിജയിക്കണം. അപ്പൊ നമുക്ക് മോഹൻലാലിന്റെ മമ്മൂട്ടി എന്തായാലും നല്ല കാണിക്കും ഇല്ലേ? മമ്മൂട്ടി കാണിച്ചു. ആദ്യം മോഹൻലാൽ കാണിച്ചു. മമ്മൂട്ടി കാണിച്ചു. ഞാൻ രാജൻ, സൂര്യൻ, നിങ്ങൾ ഒന്നല്ല രണ്ടാണ്. തല്ലാൻ പറഞ്ഞ തല്ലണം, കൊല്ലാൻ പറഞ്ഞ കൊല്ലണം. രാജയുടെ പോളിസിയാണ്. രാജ സോൾവർ സേവ് മാറ്റുന്ന സോൾ. രണ്ടല്ല ഒന്നാണ്. നിങ്ങൾക്ക് അല്ലല്ല മോഹൻലാലിന്റെ കോമ്പിനേഷനിലെ ഒരു സാധനം, മമ്മൂട്ടിയുടെ സാധനം. രാജ, നിന്റെ അനിയൻ സൂര്യയുടെ കല്യാണം ഈ ശ്രീദേവിക്ക് ജീവനുണ്ടെങ്കിൽ നടത്തിക്കില്ല. ഞാൻ രാജയാണ്. എനിക്ക് കൊക്കിന് ജീവനുണ്ടെങ്കിൽ നാളെ രാവിലെ 10-നും 10:30-ക്കും മുഹൂർത്തത്തില് എന്റെ അനിയൻ സൂര്യയുടെ കല്യാണം ഞാൻ നടത്തിയിരിക്കും. കാണാടി കാണാടാ. അടുത്ത് മോഹൻലാൽ. ലാസ്റ്റ് ആയിട്ട് നമുക്ക് ലാലേട്ടനെയും കൂടെ കണ്ടിട്ട് നമുക്ക് നിർത്താം. കോമ്പിനേഷൻ ചെയ്താലോ? കോമ്പിനേഷൻ ചെയ്തു. ഡയലോഗ് പറഞ്ഞത് മറ്റേത് ചുറ്റമ്പലമല്ല. അതിപ്പോ 6-ാം തമ്പുരാന്റെ ഒരു മോഡൽ. ശരി, മോഡലല്ല, നമ്മളെ കൊണ്ടാകുന്ന പോലെ നമ്മുടെ രീതിക്ക്. അല്ലെ പെർഫെക്റ്റ്. കുഴപ്പമില്ല, ചെയ്താൽ മതി. ആരാന്ന് ഞാൻ ഒരു ഇത് ചുറ്റമ്പലത്തിൽ എന്താ കാര്യം? ഇത് പൊതുവഴിയല്ല. ചോദിക്കാൻ നമ്മളാണോ? അതല്ലല്ലോ ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി. സ്ത്രീത്വം വരുന്നത് ബോധം എന്തോ കാലങ്ങളെ നേരിട്ട് ഇഷ്ടപ്പെട്ടു. അല്ലാന്ന് തോന്നാതിരിക്കാൻ മാഷ് ഭഗവതി മുമ്പേ കണ്ടിട്ടുണ്ടോ? അവർ ആലോചിക്കുന്ന കണ്ണി നോക്കുമ്പോഴേ എനിക്ക് What about APJ Abdul Kalam? He's a good personality. Good personality. Okay. His book I read, Wings of Fire. Wings of Fire. Oh, you read it? Okay. He is very gentleman and he is the president. He is president. President. I get it. I think it's president. Okay. He is a nice man. Wow. What a beauty. Okay. പാട്ട് പാടുമോ? അല്ല, മലയാളത്തിൽ തന്നെ ചോദിക്കുന്നതാ. ഓക്കെ ഇംഗ്ലീഷ്. Can you sing in English song? This is the la 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 la.
പാട്ട് പാടുമ്പോഴേ അത്രയും അങ്ങോട്ടൊരു കണ്ണു പോകുന്നുണ്ടല്ലോ. പാട്ട് പാടുമ്പോ അത്രയും അങ്ങോട്ടൊരു കണ്ണു പോകുന്നുണ്ട്. ഏത് കുട്ടി? നമ്മുടെ പ്രൊഡക്ഷനിലെ കുട്ടിയാ. കുട്ടി കുട്ടി കുട്ടിയോട് മാറി നിൽക്കുന്നു. കുട്ടി ഇഷ്ടപ്പെട്ടോ? കുട്ടിയെ എനിക്ക് മനസ്സിലായി. കുട്ടിയെ പോലത്തെ കുട്ടി ആണോ? കുട്ടി ഒരു ജസ്റ്റ് ഒരു നോട്ടം കണ്ടല്ലേ ഉള്ളൂ. കുട്ടിയെ മനസ്സിലായി. കുട്ടിയെ പോലത്തെ കുട്ടി. കുട്ടിയുടെ പേരറിയാമോ? ഓ അതൊക്കെ പാർവതി ചേച്ചി എന്ന് വിളിക്കണം. പാർവതിക്ക് കുറച്ച് ഏജ് കൂടുതലാ തോന്നില്ല. പാർവതി രക്ഷപ്പെട്ടു. പാർവതിയെ പ്രപ്പോസ് ചെയ്യാവോ? പാർവതിയെ ഇഷ്ടം തോന്നുന്നു പറഞ്ഞിട്ട് ഇപ്പോഴേ ഇഷ്ടം തോന്നുന്നു. കുട്ടിയെ ആണ് ഭാവിയിൽ എനിക്ക് കുട്ടിയെ പോലൊരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിയെ പ്രപ്പോസ് ചെയ്യണ്ട. അപ്പൊ ഈ കുട്ടിയെ പ്രപ്പോസ് അപ്പൊ പാർവതി ഇഷ്ടപ്പെട്ടില്ല. എന്താ പറഞ്ഞപ്പോ അപ്പൊ പാർവതി ഇഷ്ടപ്പെട്ടില്ല. പാർവതിയുടെ സ്പാർക്ക് തോന്നില്ലേ? എങ്കിൽ പിന്നെ ഒരാളോട് പറയും. ഇത്രയും ലുക്കുള്ള പാർവതിയുടെ സ്പാർക്ക് വന്നില്ലെങ്കിൽ പിന്നെ ഒരാളുടെ അടുത്ത് സ്പാർക്ക് തോന്നൂല. എന്താ സ്പാർക്കില്ല? പാർവതി വിളിച്ചാലോ? അത് പറ്റൂലേ? പാർവതിക്കൊന്നും പാർവതി പാർവതിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അവിടെ എല്ലാം നമ്മൾ ഇന്റർവ്യൂ എടുക്കുമ്പോൾ മൊത്തം പുള്ളിക്കാരി തന്നെ നോക്കി അങ്ങ് മെഴുകുക. അതുകൊണ്ട് വിളിച്ചു വരുത്തിയത്. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നല്ല സ്മൈലായോണ്ടോ നോക്കിയത്? പാർവതി രക്ഷപ്പെട്ടു. വൈറലായി. ഓക്കെ, അല്ലെന്താ സ്പാർക്ക് ഇല്ല അങ്ങനെ അത് പറയാനുള്ള കാരണം? കുറെ ഗേൾസ് കാര്യം പറഞ്ഞു സ്പാർക്ക് വരുന്നില്ല. എന്താ സ്പാർക്ക് ഇല്ലാത്തതിന്റെ കാരണം? സംഭവം അപ്പൊ അതിൽ മനസ്സിലാവും ആണുങ്ങളുടെ സ്പാർക്ക് തോന്നണമെങ്കിൽ പെൺകുട്ടികൾക്ക് വേണ്ട ഗുണങ്ങൾ അതില് പറയുന്നുണ്ട്. ലല്ലു പറയുന്നു. ലല്ലു ശരിക്കും ആ കഥാപാത്രം എന്നെ മനസ്സിലാക്കി. ഫിലോസഫി ക്യാമറയുടെ ബാക്കിൽ നിന്ന് അവളെ പിടിച്ചോണ്ട് ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ട് ഫിലോസഫി പറയണ്ട. ഇതുവരെ ആരോടും ഇല്ല, തോന്നിയിട്ടില്ല, ആ ഗുണങ്ങളൊന്നും പറയില്ല. തോന്നിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, തോന്നിയ ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നിയ പോലെ എങ്കിൽ ഒന്ന് പാർവതി പ്രപ്പോസ് ചെയ്യേ. അപ്പൊ അറിയാലോ ആ പ്രണയം എന്താണെന്ന് അറിയാലോ. ഒന്ന് പ്രപ്പോസ് ചെയ്ത് നോക്ക് പാർവതി. പാർവതി ഒന്ന് പ്രപ്പോസ് ചെയ്യുന്ന പാർവതി അപ്പൊ ഒരു പ്രപ്പോസ് എടുത്ത് പറ്റുമോ? പാർവതി പ്രപ്പോസ് ചെയ്യും. അതെ, പാർവതിയോട് ഒരു പ്രപ്പോസൽ എടുത്തേ പറ്റൂ. പ്രപ്പോസ് ചോദിച്ചേ പറ്റൂ. പറയാ. ആ മുഖത്ത് ഇത്രയും നല്ല ഒരു ആ മുഖത്ത് ചൈതന്യം കാണുമ്പോൾ ഇപ്പൊ തന്നെ തോന്നുന്നു. ഇപ്പൊ തന്നെ പ്രണയം പറയുമെന്ന് പറയൂ. പ്രണയം മുഖത്ത് പ്രണയം എഴുതി വെച്ചിട്ടുണ്ട്. പാർവതി കേൾക്കാൻ വിധൂപിക്കുകയാണ്. ക്യാമറയുടെ പറയുന്നത് പാർവതി വന്നതിന് കേൾക്കാൻ പറ്റില്ല. പറയൂ. ആൻസർ നോ ആണെന്ന് അങ്ങനെ പറയാൻ പറ്റും? പാർവതി മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടോ നോ ആണെന്ന്? പാർവതി എന്ത് ചിരിച്ചു കളിച്ച് ഫ്രീ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ തോന്നുന്നുണ്ടോ നോ ആയിരിക്കുമെന്ന്? അതുകൊണ്ട് പാർവതി നോ പറയുന്നുണ്ടോ? പാർവതി അതുകൊണ്ട് പാർവതി നോ പറയുന്നതാണോ? പ്രപ്പോസ് ചെയ്താലും അറിയാമോ നോ പറയില്ലേ എന്ന്? അതൊക്കെ പിന്നെയുള്ള കാര്യങ്ങളല്ലേ. ഇവിടെ വെച്ച് പ്രപ്പോസ് ചെയ്യണമല്ലോ. പറയൂ. ചങ്ക് തുറന്ന് പറയൂ പാർവതിയുള്ള പ്രണയം. പാർവതി ഒന്നും പറയത്തില്ല. ഈ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് പാർവതി പറയുള്ളൂ. ഓക്കെ, ഇന്റർവ്യൂ കഴിഞ്ഞിട്ടേ പാർവതി പറയുള്ളൂ. അത് നമ്മൾ പുറത്ത് വിടത്തില്ല. തുറന്ന് പറയൂ പ്രണയം. പ്രപ്പോസ് ചെയ്യൂ പാർവതി. യു ആർ ഗ്രേറ്റ്. മതിയല്ലോ. പാർവതിക്ക് കണ്ടോ? പാർവതിയുടെ ആ ഒരു മുഖത്തുള്ള ആ ഒരു ഇത് കണ്ടാ അറിയാം പാർവതിക്ക് എന്തോ ഒരു ഇതുണ്ട്. കണ്ടോ? ഞാൻ പറഞ്ഞില്ലേ ഒരു ചെറിയ ഇതുണ്ട്. കുഴപ്പമില്ല. പാർവതി പാവമാണ്.
ആ എനിക്ക് ഇഷ്ടം. ആണോ? അതെ. തുറന്നു പറഞ്ഞു ചോദിച്ചോ പറഞ്ഞത് എപ്പോഴും പറയുന്നു പറഞ്ഞത് ഇന്റർവ്യൂ ഇറങ്ങുന്നതിന് മുമ്പ് പറഞ്ഞത് എന്തെങ്കിലും പറയും എന്തെങ്കിലും പാർവതി പറയും. എന്തെങ്കിലും അവസാനമായിട്ട് പാർവതിയോട് പറയാനുണ്ടോ? പാർവതി അല്ലെ ക്യാമറയുടെ പുറകെ പോയിട്ട് പിന്നെ ഇന്റർവ്യൂ എടുത്തോണ്ടെങ്കിൽ നോക്കിക്കൊണ്ടിട്ട് പിന്നെ കാര്യമില്ല കേട്ടോ. ഇപ്പൊ പറയാനുള്ളതാണ് പറഞ്ഞു, തുറന്നു പറഞ്ഞു. ഇനി വേറെ ഒന്നും ചോദിക്കരുത്. അത് നമ്മൾ ഒന്നും കൂടെ റീതിങ്ക് ചെയ്യേണ്ട കാര്യമാണ്. ഫ്യൂച്ചറിൽ പറയാം. പോരെ, നല്ലൊരു ആൻസർ അല്ലേ ഇത്? റിജക്റ്റ് അല്ല ചെയ്തത്, തിങ്ക് ചെയ്ത് പറയാന്നാണ്. അപ്പൊ പാർവതിക്ക് നല്ലൊരു കാര്യം. പോവാണേ. പ്രപ്പോസ് ചെയ്യുന്ന പെൺകുട്ടികളെല്ലാം റിജക്ട് ചെയ്യാറുണ്ടോ? പ്രപ്പോസ് ചെയ്യുന്ന പെൺകുട്ടികളെല്ലാം റിജക്ട് ചെയ്യാറുണ്ടോ? ഞാൻ പക്ഷെ അത് എനിക്കിപ്പോ പ്രണയം തോന്നിയവനെ മുഖത്തോ അല്ലെങ്കിൽ മുഖത്തോ അതല്ല ഞാൻ പറഞ്ഞത്. ഇൻസ്റ്റാഗ്രാമിലൂടെ എനിക്ക് പെൺകുട്ടികളുടെ മുഖത്ത് നോക്കി ചേർന്ന് പറയാം. അല്ല, ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ സൗഹൃദമായിട്ട് സംസാരിക്കാറുണ്ട്. ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ്. അപ്പൊ അതിൽ ഒരുപാട് പെൺകുട്ടികളുണ്ട്. പക്ഷേ പ്രപ്പോസ് അല്ല, എന്താ പറയാ, ടച്ച് പാർട്ടസ് പറയില്ല. അതും ഇതുമായിട്ടുള്ള ബന്ധം, ഗുഡ് ടച്ച് ബാഡ് ടച്ച്, അതും ഇതുമായിട്ടുള്ള ബന്ധം. അതല്ല, ഗുഡായിട്ടുള്ള കാര്യം ബാഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഗുഡ് ടച്ച് ബാഡ് ടച്ച് വേറെ സംഭവമാണ്. ഈ അടൂർ ഗോപാലകൃഷ്ണന്റെ നാട് എവിടെയാണ്? കേട്ടിട്ടുണ്ട്, നാളെ അറിയില്ല. കുറിച്ച് കേട്ടിട്ടുണ്ട്, നാളെ ഞാൻ പഠിച്ചു. അടൂർ ഗോപാലകൃഷ്ണൻ നാടറിയില്ല. പിണറായി വിജയൻ സാറിന്റെ നാട് എവിടെയാണ്? കൊല്ലല്ലടാ, കോട്ടയം. പിണറായി വിജയൻ സാറിന്റെ നാട് അറിയില്ല? വീടറിയില്ല. ഓ, കോട്ടയം നസീറിന്റെ നാട് എവിടെയാണ്? കോട്ടയം നസീറിന്റെ അതറിയല്ലേ? അതറിയല്ലേ? ഓക്കെ ഓക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലും സീനെ, നിങ്ങൾക്ക് രണ്ടുപേർക്കും തമ്മിൽ ഒരു ഫിലിം റീക്രിയേറ്റ് ചെയ്യുന്ന ഏത് സിനിമ ചൂസ് ചെയ്യും? പ്രിൻസ് ആൻഡ് ഫാമിലി ഒന്ന് റീക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. ശരി. എൻ്റെ ഒപ്പം ഉള്ളത് 1 മില്യൺ ഫോളോവേഴ്സാണ്. അതുകൊണ്ട് എനിക്ക് ഇനി ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ എവിടെ നിന്റെ 1 മില്യൺ ഫോളോവേഴ്സ്? ലൈക്കും ഷെയറും ചെയ്യാൻ മാത്രമല്ല, ഒരാപത്തോടത്തിൽ കൂടെയുള്ളവരാണ് ആൾക്കാർ. നീ പറ, ഇപ്പൊ നിന്റെ 1 മില്യൺ ഫോളോവേഴ്സ് എവിടെയുണ്ട്? അത്രല്ലേ ഉള്ളൂ. എനിക്കറിഞ്ഞൂടാ, എനിക്ക് ഡയലോഗ് പറഞ്ഞു തന്നെ ചർച്ച. ഓക്കെ.